ശ്വാസം വിടാൻ പോലും പറ്റില്ല. ഞാൻ പിന്നെ ആദ്യമേ ഇടിച്ച് കയറിയതുകൊണ്ട് എനിക്കൊരു സീറ്റ് കിട്ടി. എൻ്റെ അവിടെ വിഷയ റൂം ഡ്രസ്സിങ് ചെയ്ത് തന്നു, പക്ഷെ അത് കീറിപ്പോണ്. നോ എൻട്രി എന്നും പറഞ്ഞു വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ ചുറ്റിലും ഒരു 10-15 പേര് വളഞ്ഞു നിന്ന് മൂത്രമൊഴിക്കുന്നു. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു വ്യൂ ഇവിടെ നമുക്ക് ജയ്പൂരിൽ കാണാൻ പറ്റുമെന്ന്. കണ്ണു തുറക്കുമ്പോൾ അതാ ഫുൾ ജയ്പൂർ സിറ്റി. അപ്പോൾ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനാണെങ്കിൽ ഇപ്പോൾ ജയ്പൂരിൽ നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ 10 മണിക്കുള്ള ട്രെയിനിൽ കയറി 2:30-ക്കാണ് ജയ്പൂരിലെത്തിയത്. തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക്, ശ്വാസം വിടാൻ പോലും പറ്റില്ല. ഞാൻ പിന്നെ ആദ്യമേ ഇടിച്ച് കയറിയതുകൊണ്ട് എനിക്കൊരു സീറ്റ് കിട്ടി. അവസാനം എങ്ങനെയൊക്കെ എത്തിപ്പെട്ട്. പിന്നെ ഞാനാണെങ്കിൽ അവിടെ വെച്ച് ഞാനൊരു റൂം ബുക്ക് ചെയ്തായിരുന്നു. എൻ്റെ അവിടെ വിഷയ റൂം, ബാത്റൂമൊക്കെ വേറെ അന്യായ ലെവലിൽ. ഞാൻ കാണിച്ചറിയാം, ഞാൻ പോയതിനു ശേഷം കാണിച്ചറിയാം. ഞാൻ ഇപ്പം പുറത്ത് നിൽക്കുകയാണ്. ഞാൻ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം എൻ്റെ കാല് ഒരു ചെറിയൊരു പണി കിട്ടി. ഇതാണ് ഇവിടുത്തെ ജയ്പൂരിലെ ഒരു ചെറിയ പാർക്കാണ്. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. നല്ല തണുപ്പ്, നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ച്. അത് ഏകദേശം ഒരു 1 കിലോമീറ്ററിനടുത്താണ് ഇവിടെ, മീര ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആശുപത്രി തേടി പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കോർട്ടായിരുന്നു, ജയ്പൂർ കോർട്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ 2 ലോയർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എവിടെ നിന്ന് ചോദിച്ചപ്പോൾ കോർട്ടിൻ്റെ അകത്ത് തന്നെ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോർട്ടിനകത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. നല്ല ഡോക്ടറായിരുന്നു അകത്ത്, നല്ല രീതിയിൽ സംസാരിച്ച് ഡ്രസ്സിങ് ചെയ്ത് തന്നു. കാണിച്ചുതരാം. ഡ്രസ്സിങ് ചെയ്ത് തന്നു, പക്ഷെ അത് കീറിപ്പോണ്. കയറി ഞാൻ ഒരു 1 കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കും തന്നെ അത് മുക്കേറും കീറി 2ആയിട്ട് പോകുമെന്ന് തോന്നുന്നു. ജയ്പൂരിൽ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് റോഡാണ്, മെയിൻ റോഡാണ്. നോക്കിയപ്പം നോ എൻട്രി എന്നും പറഞ്ഞു വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ ചുറ്റിലും ഒരു 10-15 പേര് വളഞ്ഞു നിന്ന് മൂത്രമൊഴിക്കുന്നു റോട്ടിൽ, അതും മെയിൻ സിറ്റിയിൽ രാത്രി. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ മയില്. ഇതിനകത്തോട്ടൊരു ചെറിയൊരു മാർക്കറ്റുണ്ട്, നമുക്ക് അതിനകത്തോട്ട് പോയെന്ന് നോക്കി നോക്കാം. ഇവിടെ ഫുള്ളും കമ്പിളിയും തുണികളൊക്കെയാണ് കൂടുതലുള്ളത്. ചെരുപ്പ് കടയൊക്കെ അകത്തോട്ടാണെന്നാണ്, നോക്കി നോക്കട്ടെ. ഇവിടുത്തെ ഒരു കോളനിയാണ്. അപ്പം ഞാൻ മറ്റേ ഹവാല സിറ്റി പാലസിൽ പോണതിന് ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചാണ്. ഇത് ജയ്പൂരിലൊരു കോളനിയാണിത്. കോളനിയിൽ നിന്ന് നേരെ മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി പറയുന്നുണ്ട്. ഓരോ ദിവസമായി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി പറയുന്നുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ്. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് നേരെ ഒരു ചപ്പൽ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ കേരളത്തിലുള്ള അതേ ക്വാണ്ടിറ്റിയാണ്, നല്ല ചിക്കനാണ്. നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാം. ജയ്പൂർ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന്. നമ്മളൊരു നൂഡിൽസും ബിരിയാണിയും കലർന്ന പോലത്തൊരു ബിരിയാണി അതിന് കഴിച്ചിട്ട് വരാം. അങ്ങനെ ബിരിയാണി ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു. സലാഡ് തന്നു, ഒരു മിനറൽ വാട്ടറും വാങ്ങിച്ച്. ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലൊക്കെ സലാഡ് ഫ്രീ ആയിട്ടല്ലേ തന്നത് ബിരിയാണിയുടെ കൂടെ. ഇവിടെ സലാഡിന് തന്നെ 20 രൂപ, മൊത്തത്തിൽ 180 രൂപയായി. പക്ഷേ ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ. ഇവിടെ ചിക്കൻ ബിരിയാണി 40 രൂപ. ഇതെന്ത് മാങ്ങ. നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. ഇതാണ് ചാന്ദ്പോൾ ഗേറ്റ്. ഇതാണ് ജയ്പൂരിലെ മെയിൻ ഗേറ്റ്. നമ്മളെ ഇന്ത്യൻ ഗേറ്റ് പോലത്തെ ജയ്പൂരിലെ മെയിൻ ഗേറ്റാണിത്, ചാന്ദ്പോൾ ഗേറ്റ്. ഞാൻ നമ്മുടെ ഗൂഗിളിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണിത്. ഇതുവഴി നമ്മളെ മറ്റേ ഇവിടെ പോലത്തെ ഉണ്ട്. അത് നമ്മളെ ജോസ്കോ ജുവലേഴ്സ് ഇല്ലേ, നമ്മളെ ട്രിവാൻഡ്രത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ആ ഗേറ്റ് പോലെ ഉണ്ട്. ഇതാണ് ജയ്പൂരിലെ മെയിൻ ഗേറ്റ്. ഓക്കെ ഗൈസ്, ഇതാണ് മറ്റേ ചണ്ടോളെ ഗേറ്റിനകത്തോട്ട് വന്നത്. ഇനി കുറച്ചുകൂടെ പോകണം. ഞാൻ ബാക്ക് തിരിഞ്ഞ ആ ഒരു വ്യൂ എടുക്കുന്നതാണ് ആ ഗേറ്റിൻ്റെ. 2 സൈഡും ചുറ്റിലും ഫുള്ളും ഓറഞ്ച് കളറ് കെട്ടിടത്തിൻ്റെ അയ്യരുകളി. ഇവിടെ ഫുള്ള് അയ്യരുകളി. അങ്ങറ്റം വരെ ഓറഞ്ച് ബിൽഡിങ് തന്നെ, എല്ലാം ഓറഞ്ച് തന്നെ. ഇത് BJP എന്തൊരു പരിപാടിയാണെന്ന് തോന്നുന്നത്. ഗൈസ്, അവിടെ നിന്ന് കെട്ടിത്തന്ന ബാൻഡേജ് ഇളകിപ്പോയി. അപ്പോൾ ഇളകിയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു കോട്ടൺ വാങ്ങിച്ച് ഇപ്പോൾ കെട്ടി വെച്ച്. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഇരിക്കുന്നുണ്ട്. കാണിച്ചാൽ പിന്നെ ഞാനാണെങ്കിൽ അപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ഒരു കോട്ടൺ വാങ്ങിച്ച് കെട്ടിത്തന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ സിറ്റി പാലസിൽ വന്നിരിക്കുകയാണ്.
ഗൈസ് ഇവിടെ കുറേ ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് ഫ്രണ്ടിൽ പോണത്. ഗൈസ് അങ്ങനെ ജനതാ മന്ദിറിലുള്ള ടിക്കറ്റ് എടുത്ത്. പക്ഷേ ജനതാ മന്ദിർ ഡൽഹിയിലൊരു ജനതാ മന്ദിർ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം. ഇവിടെ സെയിം ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് കയറി നോക്കാം. അത് തന്നെയാണ്. അതിൻ്റെ ചെറുത് കേട്ടോ. ഇതിൻ്റെ വമ്പൻ സാധനമല്ലേ ഡൽഹിയിലുണ്ടായിരുന്നത്. അതിൻ്റെ ചെറുതാണത് കേട്ടോ. ഇത് ചെറുത്. നമ്മളെ ഡൽഹി പോയപ്പോൾ ഇതിൻ്റെ ഒരു കുത്തബ് മിനാറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു ജനതാ മന്ദിറിൻ്റെ. അതിൻ്റെ ഒരു സ്മോൾ വെർഷനാണ് ജയ്പൂരിലിരിക്കുന്നത്. ജയ്പൂർ അല്ല കേട്ടോ. അതാ ഇവിടെയാണ് ആ സാധനം ഇരിക്കുന്നത്. സോറി, ഈ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സെയിം സൈസ് തന്നെയാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഇതാണ് ആ സാധനമെന്ന്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ ഗൈസ്, അവർ പറയുന്നതെന്ന് പറയുമ്പം ഇവിടെ ഒരു ചെറിയൊരു ക്ലോക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പം ഇവിടെ വെച്ച് കണ്ട കറക്റ്റ് സമയം ഇതിൽ കാണിക്കണം എന്നാണ് പറയണത്. ഇവിടെ ഒരു വര കിടക്കുന്നുണ്ട. അപ്പോൾ ആ വരയാണ് സമയം. സെയിം ടൈം. This is the Jaipur local time. Local time. So please. So this is 12, 1, 2, 3, 4, 5, 6. ഓക്കെ, അവിടെ 2 മണിയാണ് സമയം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് 2:16 അപ്പോൾ 16 മിനിറ്റ് ബാക്കിലാണ് ഇപ്പം. Plus 1 minute more. So Okay. like 1:54. This is Jaipur local time, sir. This is 1 o'clock, 30, 15, 30, 45, 50, 51, 52, 53, and right now 54. This is the setup. So 1:54 is this is Jaipur local time plus 22 minutes. Today is different 22 minutes. So 1:54 plus 22. ഓക്കെ. അവർ പറയുന്നതെന്ന് പറയുമ്പം ജയ്പൂരിൽ ഇന്ന് 22 മിനിറ്റ് കുറവിലാണ്. അപ്പം ഇപ്പം ഇവിടെ 1:52. അതിൻ്റെ കൂടെ 22 മിനിറ്റും കൂടെ കൂട്ടുകയാണെങ്കിൽ കറക്റ്റ് ടൈമായി. എത്ര? 2:16. അപ്പം നമ്മൾ നോക്കണേ കറക്റ്റ് 2. ഓക്കെ, അതൊരു വിഷയ സാധനമായിരുന്നു കേട്ടോ. ഈ കേട്ടോന്ന് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അറിഞ്ഞൂടാ. മലയാളിയാ? എവിടെ നിന്ന്? മലപ്പുറം, തിരുവനന്തപുരം. ഓക്കെ, ഞാൻ ഗൂഗിൾ അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ ജനതാ മന്ദിർ എന്ന് പറയണത്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ChatGPTയിൽ നോക്കിയതാണ്. ഒരു രാജാവ് ഉണ്ടാക്കിയ സംഭവമാണ് ഈ ജനതാ മന്ദിർ. ഈ ജനതാ മന്ദിർ എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഇതറിയാൻ വേണ്ടിയിട്ട്, സൂര്യനെയും ചന്ദ്രനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ജനതാ മന്ദിർ. ആസ്ട്രോളജി ആയിട്ടുള്ള എന്ന് വെച്ചാൽ ബഹിരാകാശം സംബന്ധിച്ചുള്ള സംഭവങ്ങൾക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ആണ് ഈ ജനതാ മന്ദിറിലുള്ളത്. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനതാ മന്ദിറാണ് ഈ ജയ്പൂരിലുള്ളത്. ഞാൻ വിചാരിച്ച് ഡൽഹിയിലുള്ളതായിരിക്കും ഏറ്റവും വലിയ ജനതാ മന്ദിരം. പക്ഷേ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ജനതാ മന്ദിർ എന്ന് പറയുന്നത് ജയ്പൂരിലാണ്. ഓക്കെ, ഇപ്പമാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത്. എനിക്ക് ഈ ആസ്ട്രോളജിയെ പറ്റിയൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴാണ് എനിക്ക് ഞാൻ കാണിച്ചുതരാം. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറയുമ്പം ഇത് ഏതെങ്കിലും വല്ല രാജാവിൻ്റെതോ ഏതെങ്കിലും ദൈവത്തിൻ്റെ മന്ദിരം എന്നല്ലേ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതോ സാധനമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അല്ല, ആസ്ട്രോളജിക്ക് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ച സംഭവങ്ങളാണ് 18-ാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയ സംഭവങ്ങൾ. സമ്മതിക്കണമല്ലേ? ഓക്കെ, ഇത് എന്തോ ഒരു എക്ലിപ്സാണ്. എക്ലിപ്സ് ഞാൻ വായിച്ചു തരാം. ഓക്കെ, സൂര്യൻ്റെയും നക്ഷത്രത്തിൻ്റെയും ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. എന്തിനുള്ളതെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ ആറ്റിറ്റ്യൂഡല്ല, മറ്റേ ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കാനുള്ള. അതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട് കെട്ടി വച്ചിരിക്കുന്ന സാധനമാണ്. സൂര്യൻ അതാ നിൽപ്പുണ്ടത്. ഈ സൂര്യ തെറ്റിൻ്റെ ഭാഗത്താ.
ഓക്കെ, പുള്ളിക്കാരൻ പറയണത് സൂര്യൻ്റെ ഇത് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, അതിൻ്റെ നിഴൽ ഇതിലടിക്കുന്നുണ്ട്. അപ്പോൾ ആ നിഴലിൽ ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി എന്നൊക്കെ 20 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിനനുസരിച്ചാണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. കണ്ട, അതിൻ്റെ നിഴൽ ഇവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നിനും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാൻസറാണ്. അപ്പം മറ്റേത് ഇത് വന്നിട്ട് ഇത് തൗരസ്. ഓക്കെ, ഓരോ നക്ഷത്രങ്ങളാണ് കേട്ടോ. ഈ 12 നക്ഷത്രങ്ങളാണിത്. ഈ 12 എന്ന് പറയുന്നത് ഓരോന്നും ഓരോ നക്ഷത്രങ്ങളാണ്. ജെമിനിയാ? ഓ, സെമിനി. ഞാൻ വിചാരിച്ച് സെമിനി. ഞാൻ വിചാരിച്ച് മറ്റേ ജെമിനി, ഗൂഗിൾ ജെമിനി ആയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ, മലയുടെ മുകളിലൊരു ഫോർട്ട് ഉണ്ട്. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ വേണം നമുക്കിനി പോകാൻ. ആ ഫോർട്ടിൽ വേണം പോകാൻ. ഇത് കഴിഞ്ഞിട്ട് മല കാരണമല്ല വാങ്ങാത്തല്ലേ, കാലുവേദന എടുക്കണം. കുഴപ്പമില്ല, എന്തായാലും കയറാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാണ് ജന്താ മന്ദിറിലെ മെയിൻ സംഭവം. ഒരു യമണ്ടൻ ഒരു സാധനമുണ്ട്, ഒരു പടിയൊക്കെ കെട്ടി വെച്ചിട്ട്. ഇത് ഞാൻ ഡൽഹിയിലും കണ്ടായിരുന്നു. പക്ഷേ ഇത് എന്തിനാണ് ചെയ്ത് വച്ചിരിക്കണതെന്ന് എനിക്ക് അപ്പം അറിയത്തില്ലായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് വായിച്ച് നോക്കാം ഇത് എന്തിനാണോ ഉള്ളതെന്ന്. ഓക്കെ, യമണ്ട സാധനം കേട്ടോ. ഓക്കെ, ഇത് മറ്റേ നമ്മളിതാ അവിടെ കണ്ടില്ലേ, അതിൻ്റെ വലുതാണ് ഈ സാധനം. ഇവിടെയും ആ സെയിം സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വച്ചിരിക്കുന്നതാണ്. കറക്റ്റ് ടൈം കണ്ടെത്താൻ. കണ്ട, അതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചെറിയതിൻ്റെ വലുത്, ഇതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിൻ്റെ വലിയ വെർഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതിലിപ്പോൾ സമയം കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നോക്കാം. ക്ലിയർ ഇല്ല. എന്തായാലും കറക്റ്റായിരിക്കും. കാരണം അല്ലാതെ ഇത്രയും ഒരു വലിയ സംഭവം ചെയ്തു വെച്ചിട്ട് സമയം തെറ്റിയ നാണക്കേടല്ലേ ചെയ്തവർക്ക്. ഓക്കെ, ഇതിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ മറ്റേ ചെറുതായതുകൊണ്ട് 1 സ്കെയിലാണ് അളക്കണത്. ഇത് വലുതായതുകൊണ്ട് 2 സ്കെയിലിൽ അളക്കുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് സംഭവം എന്ന് പറയുമ്പം അതിൻ്റെ നടുക്കൊരു കമ്പിയുണ്ട്. അപ്പോൾ ആ കമ്പി സൂര്യപ്രകാശം വരുമ്പോഴത്തേക്കും അതിൽ മറ്റേ നേല് വരുന്നുണ്ട്, ഷാഡോ. ഇപ്പോൾ കറക്റ്റ് 4 മണിയാണ് കാണിക്കുന്നത്. കറക്റ്റ് 4 മണിയായി. അതിൽ കറക്റ്റ് 4 മണി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ഹില്ലിൻ്റെ മേളിൽ പോവുകയാണ്, ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ഒരു ബൈക്കുകാരനെ കിട്ടി. അപ്പം ബൈക്കിൽ 80 രൂപ കൊടുത്താൽ മുകളിൽ കൊണ്ടെത്തിച്ചേരാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നടക്കായിരുന്നു. പക്ഷേ ഇനിയിപ്പം 5:30 വരെ ഉള്ളൂ. 5:30 ക്ലോസ് ആക്കും. ഈ പുള്ളിക്കാരനാണ് എന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പോണത്. ഗൈസ്, ഒരു വിഷയം സൺസെറ്റാണ് ഇവിടെ കാണാൻ വേണ്ടി പോണത്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു വ്യൂ ഇവിടെ നമുക്ക് ജയ്പൂരിൽ കാണാൻ പറ്റുമെന്ന്. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഗൈസ്, ആ സീനറി കണ്ട ഗൈസ്, സൂര്യൻ, ജയ്പൂരിൻ്റെ ഹോൾ ജയ്പൂർ. എൻ്റെ മോനെ, ഞാൻ ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണിത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡൽഹി പോയി, എല്ലായിടത്തും പോയി. ഞാൻ ഇതുവരെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ വന്നതിന് എനിക്കൊരു അർത്ഥം ഉണ്ടായി. ഇങ്ങറ്റം വരെ കഷ്ടപ്പെട്ട് ഇത്രയും വന്നതിന് എനിക്ക് ഇനിയൊരു അർത്ഥം ഉണ്ടായി. ഇപ്പോൾ ഒരു അർത്ഥം ഉണ്ടായി. ഞാൻ ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് ഗൈസ് ജയ്പൂർ. ഗൈസ്, എനിക്ക് ഇതേ പറയാനുള്ളൂ. നമ്മൾ വെറുതെ കടന്ന് പൈസ ഇല്ലാതെ നമുക്ക് വരാൻ പറ്റില്ല. പക്ഷേ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കടന്ന് ഓടിയിട്ടൊരു കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലവും ഇല്ല, നമുക്ക് പറ്റണ അത്രയും സ്ഥലങ്ങൾ നമ്മൾ പോയി കാണുക. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിനൊരർത്ഥം വേണം. അല്ലാതെ വെറുതെ നമ്മൾ ജനിച്ച് പൈസ ഉണ്ടാക്കി ബാധ്യതകൾ എല്ലാം ഏറ്റെടുത്ത് മരിക്കുന്നതിന് ഒരർത്ഥമില്ല. ഈ ഭൂമിയിൽ നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളെങ്കിൽ ഈ ഭൂമി നമുക്കുള്ളതാണ്. ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പറ്റാവുന്നതെല്ലാ സ്ഥലങ്ങളും കാണുക. നമുക്കിപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും വന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇന്ന് ചിലപ്പോൾ കാണുന്ന ആൾ ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ടുഡേ ഈസ് പ്രസൻറ്റ് എന്നല്ലേ പറയണത്. പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പറ്റാവുന്നതെല്ലാ സ്ഥലത്തും പോയി സ്ഥലങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക.
കണ്ണു തുറക്കുമ്പോൾ അതാ ഫുൾ ജയ്പൂർ സിറ്റി. ഞാൻ വന്നതിനൊരർത്ഥമുണ്ടായി. ഇതുവരെ എല്ലാം തിക്കും തിരക്കും. താജ്മഹലും എനിക്കിഷ്ടപ്പെട്ടു, ഇതും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് താജ്മഹലിനെയും കാട്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കൺമുമ്പിൽ ഇതാ എനിക്ക് ഇനിയും കാണിച്ചു തരണം നിങ്ങൾക്ക്. ഇതാ സൂര്യൻ. എൻ്റെ മോനെ, എന്ത് വേണം കൈസിനി, എന്ത് വേണം? ഇതൊക്കെ പോരെ? മറ്റേ അങ്ങേര് പറയും പോലെ ഇത് പോരെ എൻ്റെ അളിയ. കുറച്ച് നേരം ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട്, ഫോണിൽ ചാർജില്ല, അപ്പോൾ കുറച്ച് നേരം ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇനി നേരെ താഴോട്ട് പോവാം. ഐ എം ഹാപ്പി നൗ ഗൈസ്. എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ ഞാൻ നിന്നതല്ല യഥാർത്ഥത്തിൽ വ്യൂ പോയിൻ്റ്, അതിൻ്റെ മുകളിലായിരുന്നു യഥാർത്ഥത്തിൽ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയിട്ട് ഒരു ചായ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ അല്ലായിരുന്നു, അതിൻ്റെ മുകളിലായിരുന്നു സൺസെറ്റിൻ്റെ വ്യൂ പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് രാത്രിയായി. പക്ഷേ ഞാൻ അവിടെ പോവാത്തത് എന്തുകൊണ്ടും നന്നായി. കാരണം അവിടെ ഫുള്ളും തിരക്കാണ്. ഞാൻ ഇരുന്ന സ്ഥലത്ത് ഒറ്റ മനുഷ്യരില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്നു അവിടെ. അത്ര നേരം ഒറ്റയ്ക്കിരുന്ന് ആ ജയ്പൂർ സൺസെറ്റും ആ വ്യൂ എല്ലാം കണ്ട്. ആ ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു വൈബ് അവിടെ കിട്ടില്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ നൈറ്റ് പോയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഈ രാത്രിയാകുമ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്നിട്ട് ഞാനാണെങ്കിൽ പിന്നെ തിരിച്ച് നേരെ അവിടെ തന്നെ മറ്റേ ശീഷ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊട്ടാരത്തിലൊക്കെ പോയി, പണ്ടത്തെ എന്തോ ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഇതാ ഇപ്പം ജയ്പൂർ ജംഗ്ഷനിലിരുന്ന് ചായ കുടിക്കണം. ഇനി നേരെ ഹോസ്റ്റലിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ട് നാളെ രാവിലെ എണീറ്റ് ജോധ്പൂരിൽ പോകും. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ജോധ്പൂരിൽ പോയിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും റൂം ബുക്ക് ചെയ്യണില്ല, ഇനി പൈസ ഇല്ല. ഒരു ദിവസം 300 രൂപ വെച്ച് റൂമിന് 10 ദിവസം ആകുമ്പോഴത്തേക്ക് 3000 രൂപയായി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് റുഷാൽ വിളിച്ചായിരുന്നു, നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ട് എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ തിരിച്ചാ ഇറക്കം മൊത്തം ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് ബോറടിച്ചിട്ട് ഒരു താലി ഓർഡർ ചെയ്ത്. ഇത് എന്തോ ഒരു മൂടിയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കൊള്ളാം, ഒരു രുചിയില്ലാത്തൊരു സാധനം. ഇതും കൊള്ളാം. ഇത് കണ്ട് ഞാൻ ട്രൈ ചെയ്യണം, നോക്കട്ടെ.